കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും കുറവില്ല എന്നുള്ളൊരു കാര്യം തന്നെ. ഇപ്പം ആരെങ്കിലും കാട്ടാനാക്രമണം തൊട്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന വിഭവങ്ങൾ, പന്നി തുടങ്ങിയ ആക്രമണങ്ങൾ ഇപ്പോഴും അതിനൊന്നും ഒരു കുറവ് വരുന്നില്ല. എന്തെങ്കിലും അത്തരത്തിലുള്ളൊരു മൂവ്മെന്റുകൾ സാധ്യതയുണ്ടോ? വലിയ ഈ പേരാവൂർ മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം വന്യജീവി ആക്രമണം തന്നെയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ LDF ഗവൺമെന്റ് വലിയ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനെ കുറച്ചു കൊണ്ടുവരാൻ. ഇത് നമ്മുടെ അടുത്ത് മാത്രമല്ല, ലോകമാകെ ഇപ്പം വൈൽഡ് ലൈഫ് ഹ്യൂമൻ കോൺഫ്ലിക്ട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് എന്താ മാർഗം? മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഇപ്പോൾ വന്യജീവി സംരക്ഷണ നിയമമൊക്കെ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ രാജ്യത്തും ഉണ്ട്. നമുക്കൊരു പരിധിവരെ മാത്രമേ അവയെ ആക്രമിച്ച് കൊലപ്പെടുത്തി കൊന്നു കീഴടക്കാനൊക്കെ കഴിയുള്ളൂ. വംശനാശമൊക്കെ ഒരു ഘടക. കാരണം ഈ നമ്മുടെ ഒരു ഒരു സന്തുലനം പ്രകൃതിയിലില്ലെങ്കിൽ മനുഷ്യരാശിക്കും നാശം സംഭവിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥയും അതിൻ്റെ സന്തുലനവും പ്രധാനമാണ്. അതുകൊണ്ടാണ് ചില സ്പീഷീസിനെ ഒന്നും കൊന്നു തീർക്കാൻ സാധിക്കാത്തത്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത്. അപ്പോൾ അതും ജീവികളാണ്, അതിനോട് സ്നേഹമൊക്കെ ഉണ്ടാവണം. പക്ഷേ അത് വൈൽഡായി മനുഷ്യരെ ആക്രമിക്കാൻ വരുമ്പോൾ നമുക്കതിനെ തടസ്സപ്പെടുത്തിയേ മതിയാവുള്ളൂ. മനുഷ്യജീവിതം വളരെ സംരക്ഷിക്കപ്പെടണം. വന്യജീവി സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരെ കൊന്നോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല. അപ്പം അതിനെന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പേരാവൂർ MLA ആയപ്പോൾ ഈ പ്രശ്നവും അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ആറളം ഫാമിനടുത്തൊക്കെ ആനമതിൽ കൊണ്ടുവന്നത് ആ സമയത്താണ്. പലതും പരീക്ഷിച്ചു. ഹാങ്ങിങ് ഫെൻസസ്, അതുപോലെ തന്നെ സാധാരണ ഫെൻസസ്, ഇലക്ട്രിക് ഫെൻസസ്, ട്രെഞ്ച് നോക്കി. ട്രെഞ്ചൊക്കെ ആന ചവിട്ടി തൂർത്ത് നടന്നു വരും. അപ്പോൾ അതിനെ വെല്ലാൻ കഴിയുന്ന ഒന്ന് ആന മതിലാണെന്ന് അന്ന് ഞാനും തീരുമാനിച്ചു, വിശ്വസിച്ചു. ഗവൺമെൻറ്റിൽ അത് പറയാൻ സാധിച്ചു. അതിൻ്റെ ജസ്റ്റ് ഒരു തുടക്കം കുറിക്കാൻ അന്ന് സാധിച്ചു. പിന്നെ LDF ഗവൺമെൻറ് കുറേയും കൂടി പൈസ കൊടുത്തിട്ട് കുറച്ച് ദൂരം കൂടി ആനമതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത് പോരാ എന്നുള്ളതാണ്. അത് ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ അതിൻ്റെ ഒരു കംപ്ലീഷന് വേണ്ടി ആനമതിൽ മാത്രമല്ല, മൃഗങ്ങൾ കടക്കാതിരിക്കാൻ, അതുപോലെ അഥവാ എങ്ങാൻ കടന്നു വന്നാൽ അത് മനുഷ്യനെ ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പേ അതിനെ പിടികൂടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പദ്ധതി ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ കൂടെ നിന്ന് LDF ഗവൺമെൻറ് കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നുകൂടി വിപുലപ്പെടുത്തി ഒരു സ്ഥിരം സംവിധാനമായിട്ട് അതിനെ മാറ്റാൻ സാധിക്കണം. അതിനുള്ളൊരു പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും.